അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൂത്ത് നബിയുടെ സമുദായത്തിൻ്റെ ധിക്കാരം മൂലം അവർ നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ സാമാന്യം വിശദമായി തന്നെ വിവരിച്ചത്. മുമ്പ് നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ അഅറാഫിലും സൂറത്ത് ഹൂദിലും ഈ ചരിത്രം വിവരിച്ചത് നാം പഠിച്ചിരുന്നു. ഈ ചരിത്രം വന്ന ഓരോ സൂറത്തിലും വ്യത്യസ്തമായ രീതിയിലും ചരിത്ര സംഭവത്തിൻ്റെ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ടുമൊക്കെ പുതുമയുള്ള അവതരണമാണ് നാം കണ്ടത്. ഇനിയും 5ഓളം സൂറത്തുകളിൽ ഈ ചരിത്രം ആവർത്തിക്കുന്നുമുണ്ട്. അതിൽ തന്നെ സൂറത്ത് ഷുഅറ, സൂറത്തു നംല് എന്നിവയിൽ ഈ ചരിത്ര സംഭവത്തിൻ്റെ ഇതുവരെ വിവരിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ഈ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ സൂറത്തുകൾ വരുമ്പോൾ പഠിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തിൽ ലൂത്ത് നബിയുടെ സമുദായത്തിൻ്റെ ചരിത്രം വിവരിച്ച ശേഷം ഇനി 2 സമുദായത്തിൻ്റെ ചരിത്രങ്ങൾ കൂടി അതിനോട് ചേർത്തുകൊണ്ട് ചുരുക്കി വിവരിക്കുകയാണ്. ഒന്ന്, ശുഐബ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട അസ്ഹാബുൽ ഐക്കയുടെ ആളുകൾ, ഐക്ക നിവാസികൾ എന്ന പേരിൽ പരാമർശിച്ചിട്ടുള്ള സമുദായമാണ്. രണ്ടാമത്തേത് സ്വാലിഹ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമുദായമായ സമൂദ് സമുദായമാണ്. അസ്ഹാബുൽ ഹിജറുകാർ എന്നാണ് അവരെ ഈ സൂറത്തിൽ വിശേഷിപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഈ 3 സമുദായങ്ങളുടെയും കാര്യത്തിൽ ചില സമാനതകൾ നമുക്ക് കാണാം. അതായത് ലൂത്ത് നബിയുടെ സമുദായത്തിൻ്റെയും ഷുഐബ് നബിയുടെ സമുദായത്തിൻ്റെയും സ്വാലിഹ് നബിയുടെ സമുദായത്തിൻ്റെയും കാര്യത്തിൽ ചില സമാനതകൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുറൈശികളുടെ കച്ചവട യാത്രയിൽ അവർ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരുന്നത് ശിക്ഷയിലൂടെ നശിപ്പിക്കപ്പെട്ട ഈ 3 സമുദായങ്ങളുടെയും നാടുകളുടെ അരികിലൂടെയായിരുന്നു എന്നതാണ്. അതാണ് ഈ 3 ചരിത്രങ്ങളും ചേർത്ത് പറയുന്നതിൻ്റെ സാന്ദർഭിക പ്രസക്തി. കാരണം ഈ സമുദായങ്ങളുടെ നാശത്തിൻ്റെ ചരിത്രം ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ സംബോധിതരായിട്ടുള്ള ഖുറൈശി സമൂഹത്തിന് സുപരിചിതമായിരുന്നു. അതുകൊണ്ട് ആ ചരിത്രം ഖുർആൻ വിവരിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്നത് ഈ ചരിത്ര വിവരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശമായി സൂചിപ്പിക്കുകയാണ്. ഈ 3 സമുദായങ്ങളുടെയും സമാനതകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, ഈ 3 സമുദായങ്ങളെയും പിടികൂടിയ ശിക്ഷയുടെ ഭാഗമായി ശക്തമായ പ്രകമ്പനത്തോടെയുള്ള ഘോരമായ ശബ്ദത്തിലൂടെയാണ് അവരെ നാം നശിപ്പിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ 3 സമൂഹങ്ങളെയും ശിക്ഷിച്ചതിലും സമാനതകൾ കാണുന്നു. അതിൽ തന്നെ ലൂത്ത് നബിയുടെ സമൂഹത്തെയും സാലിഹ് നബിയുടെ സമൂഹത്തെയും ഘോര ശബ്ദം പിടികൂടിയത് പ്രഭാതത്തിലായിരുന്നു എന്നും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഷുഐബ് നബിയുടെ ജനതയായ അസ്ഹാബുൽ ഐക്കയെക്കുറിച്ച് പരാമർശിക്കുന്നത് 78, 79 ആയത്തുകളിലാണ്. ഈ 2 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വ ഇൻ ഖാന അസ്ഹാബുൽ ഐക്കത്തി ലവാലിമീൻ, നിശ്ചയമായും ഐക്കക്കാർ മഹാ അക്രമികൾ തന്നെയായിരുന്നു. വ ഇൻ ഖാന, നിശ്ചയമായും ആയിരുന്നു. വ ഇൻ എന്നത് വ ഇന്ന എന്നതാണ് അതിൻ്റെ അസ്ല്. ഇന്നക്ക് ശേഷം കാന എന്ന ക്രിയ വന്നപ്പോൾ അതിനെ ഭാഷാ നിയമം അനുസരിച്ച് ഇൻ എന്നാക്കി മാറ്റിയതാണ്. അപ്പോൾ വ ഇൻ ഖാന എന്നാൽ അതിൻ്റെ അർത്ഥം നിശ്ചയമായും ആയിരുന്നു എന്നാണ്. അസ്ഹാബൽ ഐക്കത്തി, ഐക്കാവാസികൾ അല്ലെങ്കിൽ ഐക്കക്കാർ, ലവാലിമീൻ, അക്രമികൾ തന്നെയായിരുന്നു. ഷുഐബ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമുദായത്തെ ഐക്കക്കാർ എന്നും മദിയൻകാർ എന്നും ഖുറാനിൽ പറയുന്നുണ്ട്. ഐക്കയും മദിയനും ഒന്നു തന്നെയാണെന്നാണ് ചില പണ്ഡിതന്മാർ വിവരിക്കുന്നത്. എന്നാൽ മദിയന്റെ തൊട്ടടുത്തുള്ള വേറെ ഒരു പ്രദേശമായിരുന്നു ഐക്ക എന്ന് ചിലർ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ വിശദീകരണം അനുസരിച്ച് ഷുഐബ് നബി ഈ 2 സമുദായങ്ങളിലേക്കുമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്നാണ്. ഐക്ക എന്നാൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട്, മരക്കാവ് എന്നാണ് അർത്ഥം. അങ്ങനെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന ഒരു പ്രദേശമായിരുന്നു ഇവരുടേതെന്നും അവർ തിങ്ങി നിറഞ്ഞുള്ള മരക്കാവുകളെ ആരാധിച്ചിരുന്നുവെന്നും അതുകൊണ്ടൊക്കെയാണ് അവരെ അസ്ഹാബുൽ ഐക്കക്കാർ, ഐക്കാവാസികൾ എന്ന് പറയുന്നത് എന്നുമൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവർ അക്രമികൾ തന്നെയായിരുന്നു എന്നതുകൊണ്ടാണ് അവർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരായത്. അവർ ബഹുദൈവാരാധന നടത്തുന്നവരായിരുന്നു എന്നതിനോടൊപ്പം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് അവർ ജനങ്ങളെ വഞ്ചിച്ചിരുന്നുവെന്ന് അവരെക്കുറിച്ച് ഖുർആൻ പ്രത്യേകം ആക്ഷേപിച്ചു പറയുന്നുണ്ട്. പ്രവാചകൻ നിരന്തരം ഉപദേശിച്ചിട്ടും അവർ ഈ ധിക്കാരമൊന്നും വെടിയാൻ തയ്യാറായില്ല. ഫൻതഖംനാ മിൻഹും,
അപ്പോൾ നാം അവരെയും ശിക്ഷിച്ചു. കുറ്റം ചെയ്തതിന് പകരം ശിക്ഷിക്കുക എന്നാണ് നഖമ മിൻഹു അല്ലെങ്കിൽ ഇൻതഖമ മിൻഹു എന്ന് പറഞ്ഞാൽ അർത്ഥം. പ്രതികാരം ചെയ്തു എന്നതിനും ഇൻതിഖാമ് എന്ന് പറയും. ഇവിടെ നാം അവരെ ശിക്ഷിച്ചു എന്നാണ് ഫൻതഖംനാ മിൻഹും എന്നതിലൂടെ അള്ളാഹു പറയുന്നത്. വ ഇന്നഹുമ ഇവ രണ്ടും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നാടുകളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലൂത്ത് നബിയുടെ നാടായ സദൂമും ഷുഐബ് നബിയുടെ നാടായ ഐക്കയും ലബി ഇമാമിൻ മുബീൻ, വ്യക്തമായ വഴിയിൽ തന്നെയാണുള്ളത്. അവർ പോകുന്ന തുറന്ന വഴിയിൽ തന്നെയാണുള്ളത്. ഇമാം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴി എന്നാണ്. നേതാവിന് നായകന് ഇമാം എന്ന് പറയും. നായകനെ ഇമാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നായകനെ അനുയായികൾ പിന്തുടരുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ വഴിയെ യാത്രക്കാർ പിന്തുടരുന്നത് കൊണ്ടാണ് വഴിക്ക് ഇവിടെ ഇമാം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുറൈശികൾ കച്ചവടയാത്രക്കായി പോകുന്ന തുറന്ന വഴിയിൽ അവർക്ക് എപ്പോഴും കാണാവുന്നതാണ് നശിപ്പിക്കപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങളും, ലൂത്ത് നബിയുടെയും ഷുഐബ് നബിയുടെയും ജനതകളുടെ നാടുകൾ എന്നാണ്. സൗദി അറേബ്യയിലെ തബൂക്ക് പ്രദേശത്താണ് ഐക്ക എന്ന പ്രദേശം ഉണ്ടായിരുന്നത്. ഇനി പറയാൻ പോകുന്ന സമൂദ് ജനതയും ആ പ്രദേശത്തിന് തൊട്ടു മുമ്പുള്ള പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. സൗദിയും കഴിഞ്ഞ് ജോർദാനിലൂടെ സിറിയയിലേക്ക് പോകുമ്പോൾ ആ വഴിക്കാണ് ലൂത്ത് നബിയുടെ ജനതയുടെ പ്രദേശം. ഇതൊക്കെയും കച്ചവടത്തിനായി ഖുറൈശികൾ നിരന്തരം സഞ്ചരിച്ചിരുന്ന വഴിയിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി തുടർന്ന് ഏതാനും ആയത്തുകളിൽ സമൂദിനെ കുറിച്ച്, അസ്ഹാബുൽ ഹിജറിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.